അലക്സ് റാം മുഹമ്മദ് കൂടിയുണ്ട് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നതിന്റെ വിവരങ്ങളുമായി അലക്സ്. നേരിട്ടത്ര ബാധിക്കാനുള്ള സാധ്യതയില്ല, പക്ഷേ ഇന്ന് ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. വരുന്ന ഏതാനും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് പലയിടത്തും എന്ന് പറയുന്നു. എങ്ങനെയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? അനുജ, ഡിറ്റ്വ ചുഴലിക്കാറ്റ് അത് സംസ്ഥാനത്തിന് വലിയ ഭീഷണിയല്ല, പക്ഷെ അതിന്റെ പ്രഭാവം കേരളത്തിലുണ്ടാകും. അത് കാലാവസ്ഥയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടത്തരം മഴ തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതേസമയം മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകളിൽ മഴ ഒരുപക്ഷെ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീരവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുള്ളത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ മണിക്കൂറിൽ പരമാവധി 65 കിലോമീറ്റർ വരെയൊക്കെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കന്യാകുമാരി, തെക്കൻ തമിഴ്നാട് തീരങ്ങൾ, ആ മേഖലയിലൊക്കെ കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും സംസ്ഥാനത്ത് സാധാരണ ഇടത്തരം മഴ തുടരും, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും താപനില, അതായത് കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് മൂന്നാർ, അതുപോലെ മറ്റിടങ്ങളിലൊക്കെ താഴ്ന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് ഈ ദിവസങ്ങൾ അത് ഇന്ന് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ നാളെയും മറ്റന്നാളും ഒക്കെ തുടരാനും സാധ്യതയുണ്ട്. അനുജ, അതാണ് സംസ്ഥാനത്ത് ഡിറ്റ്വ ബാധിക്കാൻ ഒരു സാധ്യതയുമില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ നേരിയ തോതിൽ മഴ തുടരും 5 ദിവസം. കൂടാതെ ഇന്ന് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.